വൃദ്ധവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ചു ഭവാനിക നിർമ്മലനെന്നോ ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതേനവതല്ലോർക്കോൽ ഗുഹനോമനന്തരം ദേവദേവേശ്വരനായ പുരാവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. കൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമാവർഗ വിദ്യാലയൻ വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ വേദ വിദ്യാവസ്ത്ര സ്നാനാപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവൻ എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നെത്രയോ മോർത്തു കൽപ്പിച്ചത്. ശ്രീവദമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മായ സാതം വിരവോടോ പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിടുക. നീതിമാനായ സുപർശ്വൻ പറഞ്ഞതോ യാദൂതനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്ഥായ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി കുഷ്ഠരോഷം പുറപ്പെട്ടിതോ പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റതോ ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മാനവൻ തന്നോട് തീർത്തിതോ രാവണൻ നിന്നുപോ ചെയ്താനവൃദ്ധമായി നിർഭയം. പിന്നീരഘുത്തമൻ ബാണങ്ങളെ ചെയ്തോ ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതായും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമെന്നോർത്തതിൽ ഭീരുവായി ലങ്കാപുരം പൂക്കാനന്തരം. രാവണന്റെ ഹോമവിത്ത്. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ചുഷ്പവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കജാൽമാതിയാം മർക്കട വീരരോ മർക്കന്യോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരൂപിച്ചു വാരുതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയോ ഒക്കെയൊടുക്കി ഞാനേകാകിയായതോ ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതോ. സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതേ വിജ്ഞാപിതനായ ശുക്രമഹാമുനിയെ രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമരോഗുകായം തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശുതി ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടും വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകെ അഗ്നി കുണ്ടത്തിങ്കലും ഇല്ലെന്നോ പുറപ്പെടാം. പാണതോണീര ചാപശ്വരാദികൾ വാനവരാലുമജ്ജയനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊള്ളുന്നോട് സാദരമന്തരമെന്തിയേ ഹോമം കഴിക്കനീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തത് തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ദ്രവ്യാഹവ്യാധി ഹോമമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ.
ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൂക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോള് മൂർത്തേതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനും കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലമേ എന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായ ചിടുക സാമോദമാശു കവി കുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രം ഗതാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാപതി ഏറെ കടന്നങ്ങോ രാവണ മന്ദിരം പുര പാലകന്മാരെയും കൊന്നു മർക്കട വീരരോരോപിച്ചാനുകൂലം രാവണവാചീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞുതത്ര ദശസ്യോഹോമസ്ഥലം വ്യാജാൽ ശരമാനിജ കരസംജ്ഞയ സൂചിച്ചിതോ ദശഗ്രീവാഹോമസ്ഥലം ഹോമഗുഹദ്വാര വന്ദനാഭാഷാണമാമയാഹീനം പൊടിപൊടുത്തങ്കതൻ തത്ര ഗുഹയിലകം പൂക്ക നേരത്തു നക്താഞ്ചരേന്ദ്രനെ കാണായിതന്തികെ മറ്റുള്ളവർ കളോമങ്കദാനുജാജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചെന്നു ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു വൃദ്ധജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഹോമിച്ചു ബന്ധിച്ചിതോ ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹൽ ധ്രുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതു കണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും